ഹായ് ഗൈസ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു തോന്നൽ നമുക്ക് എല്ലും കപ്പയും ഉണ്ടാക്കിയാലോ. അപ്പോൾ അങ്ങനെ കപ്പയും എല്ലും വാങ്ങിക്കൊണ്ട് വന്നു. കപ്പ നന്നാക്കി കഴുകി വാരിയെടുത്തിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിലോട്ടിട്ട് നമുക്കിനി നന്നായിട്ട് വേവിച്ചു കൊടുക്കാം. അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് എല്ലിലേക്കുള്ള മസാലകളെല്ലാം പതിയെ ചൂടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കപ്പയ്ക്കും എല്ലിലും കൂടാൻ പാകത്തിന് ഒരു 2-3 സ്പൂൺ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇറച്ചി മസാല. ഇത്രയും നന്നായിട്ടൊന്ന് ഒരുപാട് കരിഞ്ഞു പോകരുത്. പതിയെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കാം കേട്ടോ. അത് മല്ലിപ്പൊടി പതിയെ വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തം മാറിപ്പോവും. അതുകൊണ്ട് പതിയെ ചൂടായി വരുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്യണം കേട്ടോ. ചെറിയ തീയിലിട്ട് വേണം അത് ചൂടാക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നമ്മൾ കുറച്ച് എല്ല്, കുറച്ച് നെയ്യുള്ള ടൈപ്പൊക്കെ ആയിട്ടുള്ള എല്ല് എടുക്കണം കേട്ടോ. എല്ല് നന്നായിട്ട് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ മസാലയും കൂടെ നമുക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം മതി, കാരണം ആ എല്ലിലെല്ലാം നല്ലപോലെ വെള്ളം ഉണ്ടാവും ഓൾറെഡി. അതുകൊണ്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 8-10 വിസിൽ വരണ വരെ നമുക്ക് വേവിക്കണം. എല്ലിൻ്റെ കൂടെ കുറച്ച് സവോള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മേളിലൊഴിച്ച് നന്നായിട്ട് തിരുമ്മി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഒരു 8-10 വിസിൽ വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് നമുക്ക് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒന്ന് വെന്തോ നോക്കി നമുക്ക് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ എല്ലിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 വിസിലോളം അടിച്ച് ഫസ്റ്റ് വിസിലടിച്ചിട്ട് സിമ്മിലിട്ട് ബാക്കി 8-9 വിസിൽ ചെറിയ തീ കിടന്ന് വെന്ത് വന്ന എല്ലാണ്. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ നെയ്യും എല്ലാം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ കപ്പ കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി ഒരു വിസിൽ വരുന്നവരെ ഒന്നുകൂടി അടിച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് നേരം ചെറു തീയിൽ നല്ലപോലെ മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് ചെറുതായിട്ട് തീ കൊടുക്കാം. ആ കപ്പയും എല്ലും കൂടി ഇനി ഒന്ന് മിക്സായിട്ട് വരണം. അങ്ങനെ നമുക്ക് ആ എല്ലും കപ്പയും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ബലമുള്ള ഒരു തവി കൊണ്ട് നമുക്ക് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ചൂടോടെ തന്നെ നമ്മൾ 2 പാത്രത്തിൽ സെർവ് ചെയ്ത് നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്